സ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത മൂന്നാം അധ്യായം 21 ശ്ലോകം. ഇവിടെ കർമ്മയോഗം അതാണ് ചർച്ച ചെയ്യുന്നത്. ജനകനും മറ്റും കർമ്മത്തെ ഉപേക്ഷിക്കാതെ കർമ്മസന്യാസം കൂടാതെ തന്നെ മോക്ഷത്തെ പ്രാപിച്ചു. അതുകൊണ്ട് അർജുനനോട് കർമ്മം ഉപേക്ഷിക്കരുത് എന്ന് ഭഗവാൻ ആവശ്യപ്പെടുകയാണ്. തന്റെ ദൃഷ്ടാന്തം തന്നെ അടുത്ത് പറയുകയാണ്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഭാഷ്യം. യസ്മാശ്ച കർമ്മണേവി. ലോകസംഗ്രഹം കഹ കർത്തുമർഹതി കഥം ച ഇത്യുച്യതേ. ലോകസംഗ്രഹ പ്രവൃത്തികൾ എങ്ങനെ ആര് ചെയ്യണം? കഹ കർത്തും, ആരാണ് ചെയ്യേണ്ടത്? കഥം, എങ്ങനെ പറയുന്നു. യദ്യത് കർമാചരതി കരോതി യേഷു യേഷു ശ്രേഷ്ഠ പ്രധാനഃ തദ്ദേവ കർമ്മ ആചരതി ഇതരോ അന്യോ ജനഃ തദനുഗതഃ. യദ്യദാചരതി എന്ന് പറയുന്നത് യദ്യത് കർമ്മ ആചരതി, ഓരോരോ പ്രവൃത്തികൾ ഓരോരുത്തർ ചെയ്യുന്നു. കരോതി, എങ്ങനെയുള്ള യേശു യേശു ശ്രേഷ്ഠ പ്രധാന, ഓരോരോ കർമ്മങ്ങളിലും പ്രധാനിയായിട്ടുള്ളവർ. ഈ കർമ്മത്തിൽ ഈ വ്യക്തിയാണ് മുഖ്യമെന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ ശ്രേഷ്ഠൻ, പ്രധാന. ഓരോ രംഗത്തും പ്രധാനികളായിട്ടുള്ളവർ
തത്തദൈവ കർമ്മ ആചരതി. അവർ ചെയ്യുന്ന അതേ കർമ്മത്തെ തന്നെ ഇതരോ അന്യോ ജനഃ തദനുഗത, ആ കർമ്മത്തെ പിന്തുടരുന്നവർ, ആ കർമ്മരംഗത്ത് ഏറ്റവും ശ്രേഷ്ഠനായ ഒരാളുടെ കർമ്മത്തെ അനുസരിക്കുന്നു, അനുകരിക്കുന്നു, അനുകരണപൂർവം ആചരിക്കുന്നു. ശ്രേഷ്ഠന്മാർ ചെയ്യുന്ന പ്രവൃത്തികളെ മറ്റുള്ളവർ അനുസരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെ മറ്റുള്ളവർ അനുസരിച്ചിരുന്നെങ്കിൽ ലോകത്തെല്ലാവരും ശ്രേഷ്ഠന്മാരായിപ്പോൻ. അങ്ങനെ അനുസരിക്കുന്നതായി കാണാറില്ല. മഹാത്മാക്കളുടെ മാർഗത്തെ സാമാന്യജനം കൈക്കൊള്ളാറില്ല. പലപ്പോഴും അവരെ ക്രൂശിക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടുള്ള ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു, ഓരോരോ കർമ്മരംഗത്തും ആരാണോ പ്രഗത്ഭന്മാരായിട്ടുള്ളത് ആ കർമ്മരംഗത്തുള്ളവര് അത്തരം പ്രഗത്ഭരെ അനുകരിക്കുന്നു എന്നാണ്. അല്ലാതെ ശ്രേഷ്ഠന്മാരെയെല്ലാം സാമാന്യ ജനങ്ങൾ അനുസരിച്ച് അവർ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ ജീവിക്കുന്നു എന്നല്ല ഇവിടെ വ്യാഖ്യാനിച്ചത്. അപ്പം ലോകത്ത് നമ്മൾ അങ്ങനെ കാണുന്നുമില്ല. ശ്രേഷ്ഠന്മാർ കാണിക്കുന്നത് പോലെ സാധാരണ ജനം കാണിക്കാറില്ല. അതായത് ശ്രേഷ്ഠരായ ആൾക്കാർ സത്യം, ധർമ്മം, നീതി തുടങ്ങിയ സദ്ഗുണങ്ങളെ ജീവിതത്തിൽ അനുഷ്ഠിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ സാധാരണ ജനങ്ങളതൊന്നും സ്വീകരിക്കാറില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഓരോരോ രംഗങ്ങൾ ജനം ആരെയാണോ ശ്രേഷ്ഠൻ ആയി കാണുന്നത് തന്റെ കർമ്മരംഗത്ത്, അപ്പോൾ ആ കർമ്മത്തെ പിന്തുടരുന്നവർ ആ ശ്രേഷ്ഠൻ ആചരിച്ചതുപോലെ ആചരിക്കുന്നു. ഇത് ലോകത്തിൽ ഒരു നിയമമാണ്. അപ്പോൾ സത്യവും ധർമ്മവും നീതിയും ആണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കരുതുന്നവർ ആ മാർഗത്തിൽ ആരാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അവരെ അനുസരിക്കുന്നു. ലോകത്തും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഏതാണോ ശ്രേഷ്ഠമെന്ന് കാണുന്നത്, ആ രംഗത്ത് ശ്രേഷ്ഠമായി ആര് എന്ത് പ്രവർത്തിച്ചോ അതിനെ ആ വ്യക്തി അനുകരിക്കുന്നു. ലോകത്തെല്ലാം കാണാറുണ്ട്. സത്യത്തിന്റെ മാർഗത്തിൽ ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഏറ്റവും വലിയ സത്യനിഷ്ഠനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. അസത്യത്തിന്റെ മാർഗത്തിൽ ആണ് ഒരാൾ ചരിക്കുന്നതെങ്കിൽ ആ സത്യത്തിൽ നിഷ്ഠ നേടിയ ഒരാളിനെ അവൻ അനുസരിക്കുന്നു. അപ്പോൾ തന്നെക്കാൾ ശ്രേഷ്ഠത തന്റെ മാർഗത്തിൽ ആരിലാണോ കാണുന്നത് ആ വ്യക്തി അനുകരിക്കുക എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഭഗവാൻ ചെയ്ത കർമ്മങ്ങളെ ഭഗവാനിൽ വിശ്വാസമുള്ളവർ അനുവർത്തിക്കുന്നു. ഭഗവാനെ നിന്ദിക്കുന്നവർ അതിനനുസരിക്കാറില്ല. അത് താല്പര്യമില്ലാത്തവർ അതിനനുസരിക്കാറില്ല. അതുകൊണ്ടാണ് മഹാപുരുഷന്മാർ ജന്മമെടുത്തിട്ടും അവർ കാണിക്കുന്ന മാർഗത്തിലൂടെ സാമാന്യജനം സഞ്ചരിക്കാറ്. അവർക്കത് ശ്രേഷ്ഠമായി തോന്നത്തില്ല. വിപരീത ബുദ്ധിയുള്ളവർ മഹാത്മാക്കളെ തന്നെ നിന്ദിക്കുന്നു. അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവർ നിന്ദിക്കും. അവർക്ക് ഇഷ്ടമുള്ള മാർഗത്തെ സ്വീകരിക്കും. ഇന്നും ഏത് കാലത്തും മനുഷ്യന്റെ സ്വഭാവം അതാണ്. ഇന്നും നമ്മൾ അനുസരിക്കുന്നത് അനുകരിക്കുന്നവരാണ്, നമുക്കിഷ്ടമുള്ളവരെയാണ്. നമ്മൾ ശ്രേഷ്ഠനെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ വാസനയും സ്വഭാവവും അനുസരിച്ച് അങ്ങനെ കാണുന്നവരെ അനുസരിക്കുന്നു, അനുകരിക്കുന്നു. ആ വ്യക്തി ശ്രേഷ്ഠനായിക്കൊള്ളണമെന്നില്ല. ശ്രേഷ്ഠതയില്ലെങ്കിലും
ശ്രേഷ്ഠതയെ കൽപ്പിച്ച് വ്യക്തിയുടെ വാസനയ്ക്കനുസരിച്ച് അതിനെ അനുസരിക്കും. അതാണ് ലോകം ഇന്ന് അനുവർത്തിച്ചു വരുന്നത്. അതും പറയുന്നു യജ്ഞാചരതി ശ്രേഷ്ഠ എന്ന് പറയുന്നിടത്ത് ശ്രേഷ്ഠന്മാരെ അനുസരിക്കുന്നിടത്തും അവര് അതാണ് അടുത്ത് പറയുന്നത്. എന്താണോ ധർമ്മബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുന്നത് അത്തരം കാര്യങ്ങളെ പ്രമാണമായി സ്വീകരിക്കാനും പാടില്ല. കിഞ്ച സശ്രേഷ്ഠോ യത് പ്രമാണം കുരുതേ ലൗകികം വൈദികം വാ ലോക തദനുവർത്തതേ തദേവ പ്രമാണീകരോതി ഇത്യർത്ഥഃ. മാത്രമല്ല സശ്രേഷ്ഠ ആ ശ്രേഷ്ഠനായ വ്യക്തി യത് പ്രമാണം കുരുതേ എന്താണോ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്, തന്റെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനപരമായി എന്തെല്ലാം തത്വങ്ങളെയാണോ അംഗീകരിച്ചിരിക്കുന്നത്, ലൗകികമായിക്കൊള്ളട്ടെ വൈദികമായിക്കൊള്ളട്ടെ, ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ചാലും ശരി, വൈദികമായ ശ്രൗതസ്മാർത്ഥ കാര്യങ്ങളെ സംബന്ധിച്ചായാലും ശരി, ലോക തദനുവർത്തത മനുഷ്യർ അതിനെ തദൈവ പ്രമാണീകരോതി മനുഷ്യരും അതിനെ തത്വത്തിൽ സ്വീകരിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോ ഇത് പറയുന്നത് എന്താണ്? മഹാത്മാക്കൾ ധർമ്മബുദ്ധിയോടുകൂടി എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സ്വീകരിച്ചനുഷ്ഠിക്കുന്നുവോ അത് ആ ധർമ്മ താല്പര്യമുള്ള ജനങ്ങൾ അതിനെ സ്വീകരിക്കേണ്ടതാണ്, അതാണ് അനുകരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അങ്ങനെ അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നത് അവരുടെ സാധാരണ ചേഷ്ടകളായിരിക്കരുത്. അവരെങ്ങനെ ഇരിക്കുന്നു, അവരെങ്ങനെ കിടക്കുന്നു, അവരെങ്ങനെ നടക്കുന്നു, അങ്ങനെയുള്ള സാധാരണ ചേഷ്ടകളെയല്ല ഇവിടെ അനുകരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ധർമ്മബുദ്ധിയ അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അനുകരിച്ച് അതുപോലെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഉപദേശത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ശ്രേഷ്ഠന്മാരെന്താണോ ചെയ്യുന്നത് അതിനെ മറ്റുള്ളവരും അനുസരിക്കുന്നു എന്ന് പറയുന്നു. വേറെ ഭാഗത്ത് പറയും മമ പത്മ അനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. അത് വേറെ തരത്തിൽ പറയുന്നതാണ്. ഇവിടെ പറയുന്നത് വേറൊന്നാണ്. ഇവിടെ ലോകത്തിലൊരു നിയമത്തെ പറയുകയാണ്. ഇന്നത്തെ സാമാന്യ മനുഷ്യരിൽ കാണുന്ന അനുകരണ ഭ്രമത്തെ അല്ല ഇവിടെ പറയുന്നു. അതല്ല ഇവിടെ പറയുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്ക്, സതുപദേശം എന്നുള്ള നിലയ്ക്ക് സത്യധർമ്മ ആദികളെ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്നവർ അതിനെ പ്രമാണമാക്കിയ പൂർവികന്മാരുടെ മാർഗത്തെ ആചരിക്കണം എന്ന് പറയുകയാണ്. ഇവിടെ തൊട്ടു മുമ്പ് പറഞ്ഞത് ജനകന്റെ ഉദാഹരണമാണ്. ഉപദേശിക്കുന്ന അർജുനനോട്. അർജുനനോട് പറയുന്നത് ജനകന്റെ മാർഗത്തെ സ്വീകരിക്കാനാണ്. ജനകൻ കർമ്മത്തെ ത്യജിച്ചിട്ടല്ല സിദ്ധിയെ പ്രാപിച്ചത്. ജനകൻ അങ്ങനെ അനുകരണീയനായ ഒരു ശ്രേഷ്ഠനാണ്. എടുത്തു കാണിക്കാമെന്നുള്ള ഒരു മാതൃകയാണ്. ക്ലേശകരമായ രാജ്യഭാരം നിർവഹിച്ചുകൊണ്ട് തന്നെ ആത്മനിഷ്ഠനായി ജീവിച്ചിരുന്നു. ആ ഒരു മാർഗത്തെ സ്വീകരിക്കുക, അതാണ് അർജുനനോട് ആവശ്യപ്പെടുന്നത്. അർജുനൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ജിജ്ഞാസുവായിരിക്കുകയാണ്. ജിജ്ഞാസുവായിപ്പോ ധർമ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസയോടുകൂടി ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് തന്റെ ധർമ്മം? ധർമ്മത്തെ സ്വീകരിക്കണമോ ത്യജിക്കണമോ? ഇത്തരം ചോദ്യങ്ങളെ ഇപ്പോൾ അർജുനന് വന്നു. ശ്രേയ ഏതയോ രേഖം അങ്ങനെ ചോദിച്ചത്. ഇതിലേതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്? അപ്പോൾ അർജുനൻ ഇപ്പോൾ ഒരു ധർമ്മ ജിജ്ഞാസുവാണ്.
ധർമ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു, അത് സന്യസിക്കണം. ധർമ്മത്യാഗത്തെക്കുറിച്ചും അർജുന ജിജ്ഞാസയാണ്. അപ്പൊ ശ്രേഷ്ഠനായ ജനകനെ മാതൃകയായി കാണിക്കുന്നു. അങ്ങനെ ഒരു ജിജ്ഞാസയുള്ള ഒരാളിന് കർമാനുഷ്ഠാനത്തിന് മാതൃക ജനകനാണ്. ജനകനെ പോലെ സ്വധർമ്മം ആചരിക്കുക, അല്ലാതെ സ്വധർമ്മത്തെ ത്യജിക്കാൻ പാടില്ല. അതിന് അർജുനനും യോഗ്യതയില്ല. അത് കാണിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തെ എടുത്തുകൊണ്ട് വളരെ വിപുലമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. കർമ്മത്തെ ത്യജിക്കരുതെന്ന് പറഞ്ഞത് ചില പറയുന്നത് ക്ഷത്രിയ വംശത്തോട് പറഞ്ഞിരിക്കുകയാണ്, ക്ഷാത്രവംശത്തോട്. ക്ഷത്രിയന്മാരെന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കുന്നവർ, അവരോടെല്ലാം പറഞ്ഞിരിക്കുകയാണ് ആ ക്ഷാത്രധർമ്മത്തിലിരിക്കുന്ന ഒരാൾ ഒരിക്കലും കർമ്മത്തെ ത്യജിക്കാൻ പാടില്ല, എന്നുവെച്ചാൽ സന്യാസം പാടില്ല. പിന്നെ അതൊരു അധികാരത്തിന്റെ പ്രശ്നമാണ്. അതിനുവരെ അധികാരിയാണോ എന്നുള്ളൊരു വിശദമായൊരു ചർച്ച ഇവിടെ പറയുന്നുണ്ട്. ക്ഷത്രിയ വംശത്തിൽ പിറന്നവരാരും തന്നെ കർമ്മത്യാഗം ചെയ്ത് സന്യാസം സ്വീകരിക്കാൻ പാടില്ല എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇവിടെ. ബ്രാഹ്മണാനാം അയം ധർമ്മോ വിഷ്ണോഹോ ലിംഗധാരണം. അതായത് സന്യാസത്തിന്റെ ബാഹ്യമായ ചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ട് സന്യാസം സ്വീകരിക്കുന്നത് കേവലം ബ്രാഹ്മണ കുലത്തിൽ പിറന്നവർക്ക് മാത്രമേ പാടുള്ളൂ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. രാജന്യ വൈശ്യോർ നേതി ദത്താത്രേയ മുനേർവച. ദത്താത്രേയ മഹർഷി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ശൂദ്രന്റെ കാര്യം പറയാനില്ല. രാജന്യ ക്ഷത്രിയനും വൈശ്യനും അത് പാടില്ല എന്ന് ബൗദ്ധായന സ്മൃതിയിലും, ബൗദ്ധായന സ്മൃതി അങ്ങനെ സ്മൃതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്നു. അതിൽ തന്നെ പിന്നെ പലതരത്തിൽ അതിൽ വിവിധിഷാ സന്യാസം അത് പാടില്ല, വിദ്യുസന്യാസമാകാം എന്ന് വേറെ കൂട്ടുന്നു. വിവിധിഷാ സന്യാസം എന്ന് പറയുന്നത് വിരക്തിയുണ്ട്, ജ്ഞാനേച്ഛുവാണ്, മോക്ഷേച്ഛുവാണ്. അതൊക്കെ വിരക്തിയുണ്ട്. അങ്ങനെയുള്ള ഒരാള് സന്യസിക്കുന്നതാണ് വിവിധിഷാ സന്യാസം. ജ്ഞാനം നേരിട്ട് സന്യസിക്കുന്നതാണ്, ജ്ഞാനത്തിന് വേണ്ടി. അങ്ങനെയുള്ള ഒരു സന്യാസത്തിന് ക്ഷത്രിയന് അവകാശമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. വിദ്യുസന്യാസമാകാം. സുരേശ്വരാചാര്യനും മറ്റും വാർത്തികാരനും മറ്റും അതാ പറയും. സർവാധികാര വിച്ഛേദി, സർവ കർമാധികാരങ്ങളെയും നശിപ്പിക്കുന്നതായ ജ്ഞാനപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇന്നാർക്ക് സന്യാസമാകാം, ഇന്നാർക്ക് സന്യാസം പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. സന്യാസത്തിൽ അങ്ങനെ ഒരു നിയമം വരാൻ പാടില്ല. അതുകൊണ്ട് വിദ്യുസന്യാസമാകാം എന്നാണ് വാർത്തികാരന്റെയും മറ്റും പക്ഷം അനുസരിച്ചുകൊണ്ട് പറയുന്നത്. മധുസൂദന സരസ്വതിയെ പോലുള്ള ആചാര്യന്മാർ പറയുന്നത് ഒരു കാരണവശാലും കർമ്മണൈവ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. കർമ്മത്തോടുകൂടി കർമ്മം സന്യസിക്കാതെ എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. ക്ഷത്രിയ കുലത്തിൽ പിറന്നവൻ ഒരു കാരണവശാലും ഒരിക്കലും സന്യാസം പാടില്ല. അതിനൂടെ പറഞ്ഞിരിക്കുന്നത് രാജന്യ വൈശ്യോർണ, ക്ഷത്രിയ വൈശ്യകുലങ്ങളിൽ പിറന്നവർ. കാരണം ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത് വർണ്ണവ്യവസ്ഥയിൽ കൂടെയാണ്. അങ്ങനെ പാടില്ല എന്നാണ്. ഇനി മറ്റു ചിലർ പറയുന്നു, ബ്രാഹ്മണ ക്ഷത്രിയോ വാവി വൈശ്യോ വാ പ്രവ്രജേഗ്രഹ. അങ്ങനെയുള്ള പ്രമാണം ബ്രാഹ്മണനായിക്കൊള്ളട്ടെ, ക്ഷത്രിയനായിക്കൊള്ളട്ടെ, വൈശ്യനായിക്കൊള്ളട്ടെ, ഗൃഹാത് പ്രവ്രജേ, വിരക്തിയുള്ള ആർക്കും സന്യസിക്കാം എന്നാണ്. അങ്ങനെ മറ്റൊരു പക്ഷം. ഇതിനകത്ത് പല പല പക്ഷങ്ങളാണ്. ഇനി വേറൊരാൾ പറയുന്നു,
അധ ധർമ്മയുഗേ തസ്മിൻ യോഗധർമ്മമനുഷ്ഠിത മഹീ അനുചാരേക സുലഭ നാമ ഭിക്ഷുകി. മഹാഭാരതത്തിൽ പറയുന്നു. സുലഭ എന്ന് പറയുന്ന ഒരു ഭിക്ഷുകിയെ കുറിച്ച് പറയുന്നുണ്ട്. സുലഭ സന്യാസം സ്വീകരിച്ചതായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ യാതൊരു നിയമവും പറയാൻ പാടില്ല. സ്ത്രീക്കുമാകാം സന്യാസം, അതിനും പ്രമാണമുണ്ട്. സ്ത്രീയായ അപി സുലഭായാസ യതി ധർമ്മ വ്യപാശ്രയണ ദർശന. സുലഭ എന്ന് പറയുന്ന ഒരു സ്ത്രീ സന്യാസം സ്വീകരിച്ചതായിട്ട് മഹാഭാരതത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെ നിയമങ്ങൾ വയ്ക്കാൻ പാടില്ല. സ്ത്രീക്കുമാകാം, ശൂദ്രനാകാമോ അതിനും പറയുന്നുണ്ട്. ശൂദ്രനുമാകാം, അതിനും പ്രമാണമുണ്ട്. വിതുരൻ അവസാനം സന്യസിയായി പറയുന്നുണ്ട്. വിതുരന് ശൂദ്രനായിട്ടാണ്. ദാസീപുത്രൻ ശൂദ്രനെന്നാണ് വാക്കിയിരിക്കുന്നത്. അപ്പൊ ശൂദ്രന് സന്യാസാവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ പല ആചാര്യന്മാർക്കും പല പക്ഷങ്ങളാണ്. പഴയ വർണ്ണവ്യവസ്ഥയുടെ രീതി അനുസരിച്ച് ഗുണത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല, വർണ്ണവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പഴയകാലത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മുഖ്യമായിട്ട്. കാരണം സമൂഹത്തിൽ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി എന്ന് പറയുന്നത് വർണ്ണത്തിനനുസരിച്ചുള്ള വ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ ആർക്ക് സന്യസിക്കുന്നതിനുള്ള പ്രമാണം ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം കിട്ടും. ഇന്നാർക്കേ സന്യാസം പാടുള്ളൂ എന്നില്ല. എന്നാൽ ചില ആചാര്യന്മാർക്ക് ഇവിടെ നിർബന്ധമാണ്. അതിനെക്കുറിച്ച് വിശദമായി ഇതിന്റെ വ്യാഖ്യാനങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനം എത്തുന്ന നിർണയം ഇതാണ്: സന്യാസം ആർക്കും ആകാമെന്നുള്ളതാണ്. കാരണം എല്ലാത്തിനും പ്രമാണം ഉള്ളതുകൊണ്ട്. അതുകൊണ്ടിവിടെ അപ്പോൾ അർജുനോട് പറഞ്ഞതോ സന്യസിക്കരുതെന്ന് ജനങ്ങളുടെ ഉദാഹരണം പറഞ്ഞു. പറയുന്നത് അത് ക്ഷത്രിയ വംശത്തിന് വേണ്ടി പറഞ്ഞതല്ല, ക്ഷത്രിയ വംശത്തിൽ തന്നെയുള്ള അർജുനന്റെ ഗുണമുള്ള ഒരു വ്യക്തി ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ക്ഷത്രിയ വംശത്തിൽ പിറന്നവരിൽ തന്നെ സാത്വികമായ ഗുണമുള്ളവർ കാണാം. കാരണം ശൂദ്രവംശത്തിൽ പിറന്ന വിതുരൻ സാത്വിക ഗുണമുള്ളതായി കാണുന്നുണ്ട്. അപ്പോ പൊതുവെ സ്ത്രീകൾക്ക് ഇതൊക്കെ പഴയകാലത്ത് നിഷേധിച്ചിരിക്കുക. എന്നാലും സുലഭ സന്യസിച്ചായി കാണുന്നുണ്ട്. അപ്പോൾ യോഗ്യതയാണ് അവിടെ മുഖ്യമായ മാനദണ്ഡം. അപ്പോൾ യോഗ്യത അനുസരിച്ച് ക്ഷത്രിയ വംശത്തിൽ പിറന്നവനാണെങ്കിലും സന്യസിക്കാം, കർമ്മത്യാഗമാകാം. പക്ഷെ അർജുനന് അതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ടിവിടെ അത് പാടില്ല എന്ന് പറഞ്ഞതാണ്. മറിച്ച് ക്ഷത്രിയ കുലത്തിൽ പിറന്നുകൊണ്ടല്ല. ഇതാണ് ആധുനിക വ്യാഖ്യാതാക്കളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. പ്രാചീനാചാര്യന്മാരിൽ പലരും ഇതിനോട് യോജിക്കുന്നില്ല. അവർ പറയുന്നു ജനിച്ച വംശം, ആ വംശത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് കർമ്മത്തെ ത്യജിക്കരുത് എന്ന്. ഗുണത്തെ ഉദ്ദേശിച്ചല്ല എന്നാണ്. പക്ഷെ ആധുനികന്മാരായ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയല്ല, ഗുണത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ക്ഷാത്രഗുണം, അതിൽ രജസ് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർമ്മത്യാഗത്തിന് അർഹനല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. ഇനി ഇതിനെയൊന്നും അംഗീകരിക്കാത്ത മറ്റൊരു പക്ഷമുണ്ട് ഗീതാവ്യാഖ്യാതാക്കൾ. ഒരു മൂന്നാമതൊരു പക്ഷം. അവർ പറയുന്നത് ഇവിടെ ജനകന്റെ ഉദാഹരണത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ആരും തന്നെ ബാഹ്യമായി കർമ്മത്യാഗം ചെയ്യാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഒരു കൂട്ടർ പറയുന്നുണ്ട്. ഗീതയിൽ കർമ്മത്യാഗത്തെ പറയുന്നേയില്ല.
കർമ്മയോഗത്തെ പറയുന്നു. ത്യാഗത്തെ പറയുന്നത് എന്തുകൊണ്ട്? എങ്ങനെ? ആഗ്രഹങ്ങളില്ലാതെ കർമ്മം ചെയ്യുക. അതാണ് കർമ്മത്യാഗം എന്ന് പറയുന്നത്. കർമ്മത്തിനോട് ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുക, അതാണ് ഗീതയിലെ സന്യാസം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. ബാഹ്യമായ ഒരു കർമ്മത്യാഗം ഗീതയിൽ ഒരു ഭാഗത്തും ഉപദേശിക്കുന്നില്ല. ശങ്കരാചാര്യർ ആ പക്ഷക്കാരനല്ല. സർവധർമാൻ പരിത്യജ്യ എന്നും മറ്റും പറയുന്നിടത്ത് ബാഹ്യമായി ധർമ്മങ്ങളെ ത്യജിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സുകൊണ്ട്. മനസ്സാ ത്യജിച്ചിട്ട് ബാഹ്യമായി കർമ്മത്തെ അനുഷ്ഠിക്കുക, ജനകൻ ചെയ്തു പോകാൻ. ഇതാണ് ഗീതയുടെ ഉപദേശം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരും. കർമ്മസന്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ബാഹ്യമായി പാടില്ല. അതിന് പ്രമാണങ്ങളായി ഗീതയിൽ നിന്ന് തന്നെ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നു. ത്യാജ്യം കാര്യമേവ യജ്ഞദാന തപക്കർമ്മം. യജ്ഞദാന തപസ്സുകൾ പോലെയുള്ള കർമ്മങ്ങൾ ഒരിക്കലും ത്യജിക്കാനേ പാടില്ല, അതനുഷ്ഠിച്ച് തന്നെ തീരണം. അതുകൊണ്ട് കർമ്മസന്യാസം ഗീതയിൽ പറയുന്നില്ല. പിന്നെ സന്യാസത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം മനസ്സുകൊണ്ടുള്ള ത്യാഗത്തെയാണ് പറയുന്നത്. മനസ്സുകൊണ്ടുള്ള ത്യാഗം എന്ന് പറയുമ്പോൾ അതിനോട് ആസക്തി ഇല്ലാതിരിക്കുക, അങ്ങനെ പറയുകയുണ്ട്. ഭാഷകാരൻ അതിനോട് യോജിക്കുന്നില്ല. ഇതൊക്കെ പക്ഷാന്തരങ്ങളാണ്. വ്യക്തികളുടെ വാസനകളനുസരിച്ച് ഇതിന് ഏത് വേണോ മാർഗം സ്വീകരിക്കാം. ഇതിനെല്ലാം ഓരോരോ വ്യക്തികളിൽ സ്ഥാനമുണ്ട് കാണും. ചിലർക്ക് കർമ്മത്തെ ത്യജിക്കാം, ചിലർക്ക് മനസ്സുകൊണ്ട് ത്യജിക്കാം, ചിലർക്ക് ചില പ്രത്യേക കർമ്മങ്ങളെ ത്യജിക്കാം. എല്ലാ അധികാരികളായിട്ടുള്ള മനുഷ്യരുണ്ട്. അതുകൊണ്ട് അങ്ങനെയാകാം. ഇവിടെ ഇപ്പോൾ ഭഗവാൻ പറയുന്നത് ശ്രേഷ്ഠരെന്ന് നമ്മൾ ആരെ കരുതുന്നോ അവരെ നമ്മൾ പിന്തുടരുന്നു. അതുകൊണ്ട് ശ്രേഷ്ഠനായ ജനകനെ പിന്തുടരാൻ അർജുനനോട് അവകാശപ്പെടുകയാണ്. അർജുനന്റെ നിലയിൽ ഈ ശ്ലോകത്തിൽ ശ്രേഷ്ഠ യദ്യത് ആചരതി, ശ്രേഷ്ഠനായി കരുതപ്പെടുന്ന വ്യക്തി യദ്യത് ആചരതി, ഏതേത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ തത്തത്, അതാത് കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അതാണ് ഇതരോ ജനഃ, മറ്റു മനുഷ്യർ ആചരതി അനുഷ്ഠിക്കുന്നു. സഹ, അങ്ങനെ ശ്രേഷ്ഠനായ വ്യക്തി യത് പ്രമാണം കരുതേ, ഏതൊന്നിനെ പ്രമാണമായി സ്വീകരിക്കുന്നുവോ ലോകഃ മറ്റുള്ളവർ തത് അനുവർത്തതേ, അതിനെ അനുവർത്തിക്കുന്നു, അനുസരിക്കുന്നു. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഇതിന്റെ വ്യാഖ്യാനത്തിൽ പൊതുവായി സമൂഹം ശ്രേഷ്ഠന്മാരെ അനുസരിക്കുന്നു, പിന്തുടരുന്നു, അല്ലെങ്കിൽ അനുകരിക്കുന്നു എന്ന് മാത്രം നമ്മൾ ഗ്രഹിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ലോകത്തൊരിക്കലും സംഭവിക്കാറില്ല. ശ്രേഷ്ഠന്മാരെ സമൂഹം അനുവർത്തിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് ശ്രേഷ്ഠന്മാർ മാത്രമേ കാണുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ലോകത്ത് കാണുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി അവന്റെ കാഴ്ചപ്പാടനുസരിച്ച് ആരെയാണോ അവൻ ശ്രേഷ്ഠനെന്ന് കരുതുന്നത്, അങ്ങനെയുള്ള ശ്രേഷ്ഠനെ അവന്റെ കർമ്മത്തിൽ അവൻ അനുസരിക്കുന്നു.
വീരപ്പനെ അനുസരിക്കുന്നവരുമുണ്ട്, മമ്മൂട്ടിയെ അനുസരിക്കുന്നവരുമുണ്ട്, ശ്രീബുദ്ധനെയും അതുപോലെയുള്ള മഹാത്മാക്കളെയൊക്കെ അനുസരിക്കുന്നവർ കുറവാണ്. എന്തുകൊണ്ട്? അവർ ശ്രേഷ്ഠന്മാരാണെന്ന് തോന്നുന്നവർ വളരെ കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരെ അനുസരിക്കാറില്ല. അതുകൊണ്ട് അതിന്റെ വ്യത്യാസം ഇവിടെ പ്രത്യേകം മനസ്സിലാകും, അതിന്റെ താല്പര്യം. അടുത്ത് പറയുന്നു, ശ്രേഷ്ഠാചാര്യൻ അനുസരിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അത് മഹാത്മാക്കളും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനം അത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും മഹാത്മാക്കൾ അത് സ്വീകരിച്ചു ചെയ്യുന്നു എന്ന് പറയുന്നു. നമേ പാർത്ഥാസ്തി കർത്തവ്യം ദൃശലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം പർത്തേ ഏവ ച കർമ്മണി. യദി അത്രാവിത്തെ ലോകസംഗ്രഹ കർത്തവ്യതായാം വിപ്രതിപത്തി തർഹി മാം കിം ന പശ്യസി. ലോകസംഗ്രഹ കർത്തവ്യതായ, ലോകസംഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ അങ്ങനെ ചെയ്യുന്നതിന് തേ വിപ്രതിപത്തി, നിനക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്റെ നന്മ, ഞാൻ ആഗ്രഹിക്കുന്ന മോക്ഷമാണ്, അതിനിപ്പോ എനിക്ക് വേണ്ടത് കർമ്മത്യാഗമാണ്, അല്ല ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി അല്ല. ഈ തരത്തിൽ ചിന്തിക്കുന്നവർ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ തനിക്കെങ്ങനെ മോക്ഷം കിട്ടും? ഇത്തരത്തിൽ വികല്പങ്ങളുണ്ടെങ്കിൽ തർഹി മാം കിം ന പശ്യസി, നീ എന്തുകൊണ്ട് എന്നെ കാണുന്നില്ല? എന്റെ പ്രവൃത്തികൾ നീ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? നമേ മമ പാർത്ഥ നാസ്തി ന വിദ്യതേ കർത്തവ്യം ദശവിധേഷു കിഞ്ചന കിഞ്ചിതവി. അല്ലയോ അർജുന, ന വിദ്യതേ കർത്തവ്യം നാസ്തി, എന്നെ സംബന്ധിച്ചിടത്തോളം കർത്തവ്യമായിട്ടൊന്നില്ല ഇവിടെ. ത്രിഷു ലോകേഷു, ഈ മൂന്ന് ലോകത്തിനും വേണ്ടി ചെയ്യേണ്ടതായിട്ട് എനിക്ക് യാതൊന്നുമില്ല. അപ്പൊ ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാൻ അതൊരു ബാധ്യതയല്ല. ലോകസംഗ്രഹത്തിന് വേണ്ടി താൻ പ്രവർത്തിച്ചേ തീരൂ, അങ്ങനെ ഒരു ബാധ്യതയായിട്ടല്ല അത് ചെയ്യുന്നു. കസ്മാത്, എന്തുകൊണ്ട്? ന അനവാപ്തം അപ്രാപ്തം അവാപ്തവ്യം പ്രാപണീയം, എനിക്ക് അനവാപ്തമായി അപ്രാപ്തമായി, അതായത് നേടേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. നേടേണ്ടതായി എന്തെങ്കിലും ഉണ്ടായിരുന്നു, അത് നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെ ഒന്നും എന്നെ സംബന്ധിച്ചില്ല. തഥാ വിവർത്തെ ഏവച കർമ്മണിയഹം, ഞാൻ കർമ്മത്തെ തന്നെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സാധാരണ മറ്റ് അജ്ഞനായ ജനങ്ങളെപ്പോലെ, കർമ്മയോഗിയെപ്പോലെ അല്ലെങ്കിൽ സാധാരണ കർമ്മിയെപ്പോലെ പ്രവൃത്തിയിലൂടെ നേടേണ്ടതായിട്ടൊന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് കർത്തവ്യമുള്ളത്, കർമ്മത്തിൽ ബാധ്യതയുള്ളത്, കടപ്പാടുള്ളത്. അപ്പൊ മഹാത്മാക്കൾ ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ലോകത്തോട് അവർക്ക് എന്തെങ്കിലും ഒരു കടപ്പാടുണ്ടായിട്ടില്ല. ഒരു ലോക അതീതരായി നിന്നുകൊണ്ട് ബാഹ്യദൃഷ്ടിയിൽ ലൗകികരെ പോലെ പ്രവർത്തിക്കുന്നു. പക്ഷെ ലൗകികരല്ല. അവരുടെ എല്ലാ പ്രവൃത്തികളും അലൗകികമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തികളെ, ബാഹ്യമായ പ്രവൃത്തികളെ അനുസരിക്കുക എന്നുള്ളതും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല.
കാരണം ലൗകികമായ പ്രവൃത്തികൾ കർത്തവ്യമായിരിക്കുന്നവർക്ക് അലൗകികമായ പ്രവൃത്തികളെ അനുസരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ എന്താണ് അനുസരിക്കാൻ ഇവിടെ പറയുന്നത്? അവർ എങ്ങനെയാണോ അനവരതം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്ത് പ്രവർത്തിക്കണം? ആ മഹാത്മാക്കളുടെ ധർമ്മത്തെ അല്ല പ്രവർത്തിക്കേണ്ടത്, സ്വധർമ്മത്തെ. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഭഗവാൻ ചെയ്ത പ്രവൃത്തികളെ ചെയ്യാനല്ല ആവശ്യപ്പെടുന്നു. ഞാൻ ചെയ്ത പ്രവൃത്തികളെ നീ ചെയ്യുക എന്നുള്ളത്. നീ ചെയ്യുമ്പോൾ നിന്റെ ധർമ്മത്തെ ചെയ്യണം. ഭഗവാനാണെങ്കിലോ പ്രവർത്തിക്കാൻ ധർമ്മമില്ല. എന്തുകൊണ്ട്? ലൗകികമായ പ്രവൃത്തികളിലാണ് ധർമ്മ അധർമ്മ വിവേചനം വരുന്നത്. അജ്ഞാനി ചെയ്യേണ്ട കർമ്മങ്ങളിലാണ് ധർമ്മ അധർമ്മ വിവേചനം വരുന്നത്. അലൗകികനായിരിക്കുന്ന അവതാര പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ധർമ്മ അധർമ്മ വിവേചനം വരുന്നില്ല. ശാസ്ത്രം കർത്തവ്യമാണെന്ന് ബോധിപ്പിക്കുന്നിടത്താണ് ധർമാധർമ്മ വിവേചനം വരുന്നത്. മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം കർത്തവ്യമാണെന്ന് ബോധിപ്പിക്കുന്നില്ല. ശാസ്ത്രം പ്രമാണമാക്കിക്കൊണ്ട് അവർ പ്രവർത്തിക്കുന്നതല്ല, മറിച്ച് അവരെന്ത് പ്രവർത്തിക്കുന്നു അത് തന്നെ പ്രമാണമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ കർത്തവ്യമില്ല എന്ന് പറഞ്ഞത്. കർത്തവ്യത്തെ ബോധിപ്പിക്കുന്ന ശാസ്ത്രമാണ്. മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശാസ്ത്ര വിധേയമായ കർത്തവ്യ ബുദ്ധിയോടുകൂടിയല്ല പ്രവർത്തനം നടക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അലൗകികമായ പ്രവർത്തനങ്ങളാണ്. എന്നാലും ലോകത്തിന് സ്വീകരിക്കുന്നതിന് വേണ്ടി പലപ്പോഴും അവർ ലോകനീതിയെയും ലോകധർമ്മത്തെയെല്ലാം അംഗീകരിക്കുന്നതായി ഭാവിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകർ ഒരിക്കലും അവരുടെ പ്രവൃത്തികളെ അനുകരിക്കാൻ പാടില്ല. കർമ്മത്തെ സംബന്ധിച്ച് അവർ നൽകുന്ന ഉപദേശത്തെ സ്വീകരിക്കുക, അല്ലാതെ അവരുടെ പ്രവൃത്തികളെ അതുപോലെ അനുകരിച്ച് പ്രവർത്തിക്കാമെന്നുണ്ട്. ഭഗവാന്റെ അവതാര ലീലകൾ എന്ന് പറയുന്നത് മനുഷ്യന് അനുകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഉള്ളതല്ല, അലൗകികമായ ധർമ്മങ്ങൾ ആയതുകൊണ്ട് മനുഷ്യനെന്ത് ചെയ്യണമെന്നുള്ളത് അവർ ശാസ്ത്രത്തിലൂടെ ഉപദേശിക്കുന്നു. അതനുസരിച്ച് പ്രവർത്തിക്കുക. കാരണം അത് കർത്തവ്യമാണ്, മറ്റത് കർത്തവ്യമല്ല. അവരുടെ പ്രവർത്തനങ്ങൾ ഫലത്തിൽ ലോക നന്മയ്ക്ക് വേണ്ടി വരുന്നു. പക്ഷെ ആ പ്രവർത്തനങ്ങളുടെ സ്വരൂപം പലപ്പോഴും ലോകനീതിക്കും ഒന്നും പൊരുത്തപ്പെടുന്നതായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം. എനിക്ക് കർത്തവ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്നാലും എന്ത് ചെയ്യുന്നു? ഞാൻ നിരന്തരം കർമ്മത്തിൽ വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആത്യന്തികമായി ലോകക്ഷേമത്തിന് മാത്രമേ ഉപകരിക്കത്തുള്ളൂ. അത്തരം കർമ്മങ്ങൾ ആവശ്യമാണ് താനും. സാധാരണ ഒരു വ്യക്തിയുടെ കർമ്മം, അതായത് അർജുനന്റെ കർമ്മം എന്ന് പറയുന്നത് ലോകനന്മയ്ക്ക് വേണ്ടി അർജുനോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പക്ഷെ അത് മുഖ്യമായ ഉദ്ദേശം ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അർജുനന്റെ ചിത്തശുദ്ധിയാണ്. ആ കർമ്മങ്ങൾ ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായമായിട്ടാണ്. അതുകൊണ്ടവിടെ പൂർണ്ണമായും ധർമ്മനീതികളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ. പക്ഷെ ഭഗവാന്റെ പ്രവൃത്തി അങ്ങനെയല്ല. അത് ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, ലോകത്തിന്റെ ധർമ്മമോ നീതിയോ പ്രമാണമാക്കി ചെയ്യുന്നതല്ല. പക്ഷേ ഫലത്തിൽ ആ കർമ്മത്തെ ഗഹന കർമ്മണോ ഗതി എന്ന് പറയും.
ആ കർമ്മം ഏതെല്ലാം തരത്തിൽ അനുഗ്രാഹകമായിരിക്കുന്നു എന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് നിർണ്ണയിക്കാൻ കഴിയാത്തതുകൊണ്ട് ആത്യന്തികമായി ആ കർമ്മങ്ങളെല്ലാം ഈ ജീവികളുടെ ശ്രേയസ്സിന് മാത്രം ഉപകരിക്കുന്നതായതുകൊണ്ട് ആ കർമ്മത്തെ മനുഷ്യബുദ്ധി കൊണ്ട് അത് ദോഷമാണോ ഗുണമാണോ എന്നൊന്നും നിർണ്ണയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അലൗകിക കർമ്മങ്ങളെന്ന് പറയും. അത്തരം കർമ്മങ്ങളെ അനുകരിക്കുക മനുഷ്യന് സാധ്യമല്ല. ജന്മ കർമ്മച മേ ദിവ്യം അടുത്ത് പറയും. എന്റെ കർമ്മവും എന്റെ ജന്മവും ദിവ്യമാണ് എന്ന് പറയും. എന്നുവെച്ചാൽ മനുഷ്യന്റെ കർമ്മവും അവന്റെ ജന്മവും രാഗദ്വേഷ പ്രേരിതമാണ്. രാഗവും ദ്വേഷവുമാണ് അവനെ ജന്മത്തിന് കാരണമായതും അവന്റെ കർമ്മത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റെന്താണ് പറയുന്നത്? അത് ദിവ്യമാണ്. അപ്പോൾ ഭഗവാന്റെ കർമ്മങ്ങളിൽ രാഗദ്വേഷങ്ങളല്ല പ്രേരണ നൽകുന്നത്. അത് കേവലം ലോകസംഗ്രഹത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന പ്രവൃത്തികളാണ്. അതിനെ വിമർശിക്കാനോ വിധിക്കാനോ ഒന്നും ജീവന്മാർക്ക് ശേഷിയില്ല. അവരുടെ ബുദ്ധിക്ക് അതിനൊന്നുള്ള ശക്തിയില്ല. പക്ഷെ അവർ നിരന്തരം കർമ്മത്തിൽ നിന്നു എന്നുള്ളതിനെ സ്വീകരിക്കുക. ഇവിടെ ഭഗവാൻ എന്താണ് കർമ്മത്തെ ഉപേക്ഷിച്ച് ഇരിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. നിരന്തരം കർമ്മരംഗത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തിൽ മാത്രമാണ് ഇവിടെ അനുകരണീയമായി സ്വീകരിക്കേണ്ടത്. ആ ഒരു ഭാഗം മാത്രമാണ്. അതങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇപ്പോൾ ഈ ഭഗവാന്റെ അവതാര ലീലകളെല്ലാം കണ്ടിട്ട് പലരും ഭഗവാനും അത്യാവശ്യം കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം നമുക്കെന്തുകൊണ്ട് കള്ളം പറഞ്ഞുകൂടാ എന്ന് ചോദിച്ചു. അത്തരം കാര്യങ്ങളിൽ കള്ളം പറയണമോ കള്ളം പറയണ്ടോ പറയാതിരിക്കണമോ എന്നെല്ലാം നമ്മൾ ഉപദേശിക്കുന്നത് ധർമ്മശാസ്ത്രങ്ങളാണ്. അതിൽ തന്നെ ഓരോരുത്തർക്കും പ്രത്യേകം നീതികളാണ് ഉപദേശിക്കുന്നത്. രാജനീതി വേറെ, സന്യാസിയുടെ നീതി വേറെ, വേറെ വേറെയാണ്. രാജാവിന് ദണ്ഡനാധികാരമുണ്ട്. ഒരാൾ ദുർമാർഗത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അയാളെ ശിക്ഷിക്കുന്നതിനുള്ള അധികാരം രാജാവിനുണ്ട്. പക്ഷെ ആ അധികാരം മറ്റ് പ്രജകൾക്കില്ല. അതുപോലെ ഓരോ കാര്യങ്ങൾ സന്യാസിക്ക് ധർമ്മ പ്രവർത്തനത്തിനുള്ള അധികാരമുണ്ട്. ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതിനും ധർമ്മത്തെ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുക്കുക, ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അതിനുള്ള അധികാരങ്ങളൊക്കെ സന്യാസിക്കുന്നുണ്ട്. പക്ഷെ രാജധർമ്മമൊന്നും സന്യാസിക്ക് സ്വീകരിക്കാൻ പാടില്ല. ജനങ്ങളെ ശിക്ഷിക്കുക അതുപോലെയുള്ള അധികാരമൊന്നും സന്യാസിക്കില്ല. ഓരോരുത്തരുടെയും ധർമ്മം വേറെയാണ്. ധർമ്മത്തിന്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഭഗവാന്റെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ തന്റെ ധർമ്മമായിട്ടല്ല ചെയ്യുന്നത്. രാജാവിനും സന്യാസിക്കും എല്ലാം പ്രവർത്തിക്കേണ്ടത് സ്വധർമ്മം എന്നുള്ള നിലയ്ക്കാണ്. അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് സന്യാസിയുടെ ധർമ്മത്തിൽപ്പെടുന്നതാണ് സത്യം പറയുക, ചില സന്ദർഭങ്ങളിൽ അസത്യവും പറയാം എന്ന് ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നു. പക്ഷെ അത് ഗൃഹസ്ഥന് വേണ്ടിയിട്ടാണ്.
സന്യാസിക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ സന്യാസിക്ക് ഗൃഹസ്ഥന് പ്രാണസങ്കടം വരുമ്പോൾ, ജീവാപായം വരുമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ കള്ളം പറയാം, അനുവാദം കൊടുത്തിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ. അത് പാപമാണെന്ന് പറയുന്നില്ല. അതേസമയം സന്യാസിക്ക് അതിനുള്ള അവകാശമില്ല. അപ്പോൾ ആധ്യാത്മിക സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള അവരുടെ ധർമ്മബോധം, ധർമ്മനീതി വേറെയാണ്, ഗൃഹസ്ഥന്റെ വേറെയാണ്. ആധ്യാത്മിക ബോധം നമ്മൾ സന്യാസികൾ. അപ്പോൾ ഭഗവാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കള്ളം പറയാം എന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ദുഷ്പ്രവൃത്തികളെ ഭഗവാന്റെ പേരിൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഭഗവാൻ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നാർക്കും അവകാശപ്പെടാൻ പറ്റില്ല. ഭഗവാന്റെ ജന്മം എന്ന് പറയുന്നത് എന്താണ്? ദിവ്യമാണ്. ജന്മവും കർമ്മവും ദിവ്യമാണ്. ഇതല്ല, മനുഷ്യജന്മമാണ്, മനുഷ്യകർമ്മമാണ്. അവിടെ അതാത് ആശ്രമങ്ങളും വർണ്ണങ്ങളും അനുസരിച്ചുള്ള ധർമ്മത്തെ ഒരുവൻ പാലിച്ചേ മതിയാകും. കാരണം അതവന് കർത്തവ്യമാണ്. ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നു, കർത്തവ്യം അനുസരിച്ച് പ്രവർത്തിക്കുക. മറ്റിടത്ത് അവിടെ കർത്തവ്യമില്ല. അതുകൊണ്ട് ദിവ്യമായ ഈശ്വരീയ കർമ്മങ്ങളെ ഒരിക്കലും നമുക്ക് അനുകരിക്കാനോ അതിനെ മാതൃകയാക്കാനോ സാധ്യമല്ല. ധർമ്മത്തെയും മറ്റു സംബന്ധിച്ച് അവർ പറയുന്ന ഉപദേശങ്ങളെ സ്വീകരിക്കുക, അതനുഷ്ഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? വർത്തേജി വച്ച കർമ്മണി, അതാണ് ഇവിടെ ഭഗവാൻ സ്വീകരിക്കേണ്ടത്. നിരന്തരം കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു ഭാഗം മാത്രം അല്ല, ആ കർമ്മത്തെയല്ല, ഈ ഒരു ഭാഗത്തെയാണ് അർജുനൻ സ്വീകരിക്കേണ്ടത്. അല്ല ഭഗവാന്റെ കർമ്മത്തെയല്ല. വർത്തേ ഏവച, ഞാൻ കർമ്മത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, അതുപോലെ നീ കർമ്മത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. അല്ല എന്റെ കർമ്മങ്ങൾ നീ ചെയ്യുക എന്നുള്ളത്. ഭഗവാന്റെ കർമ്മങ്ങളൊന്നും ഒരിക്കലും അർജുനന് സ്വധർമ്മമായി വരത്തില്ല. അതുകൊണ്ട് മഹാത്മാക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ അങ്ങനെ അല്ലാത്തവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് അതവരുടെ സ്വധർമ്മമാണോ എന്ന് ചിന്തിക്കണം. സ്വധർമ്മം മാത്രമേ അനുഷ്ഠിക്കാൻ പാടുള്ളൂ. അതാണ് ഇതിന് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബ്രഹ്മചാരി അവരുടെ സ്വധർമ്മം ചെയ്യുക. ഭഗവാൻ കള്ളം പറഞ്ഞു, അതിന്റെ പേരിൽ ബ്രഹ്മചാരിക്ക് ബ്രഹ്മചാരിയുടെ ധർമ്മമാണ് സത്യവചനം. ചിലങ്ങനെ പറയും സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ചരിക്കുന്നവനാണ്, ബ്രഹ്മത്തിൽ ചരിക്കുന്നവനാണ് ബ്രഹ്മചാരി. ബ്രഹ്മത്തിൽ ചരിക്കുന്നു, ഞാൻ ബ്രഹ്മത്തിൽ ചരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കള്ളവും പറയാം. എന്തുകൊണ്ട്? ഞാൻ ബ്രഹ്മത്തെ ചരിക്കുന്നവനാണ്. ബ്രഹ്മത്തെ ചരിക്കുമ്പോൾ അവിടെ സത്യം ജീവിതത്തിൽ വേണമെന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തിൽ ചരിക്കുന്നതിനാണ്. ബ്രഹ്മത്തിൽ എങ്ങനെ ചരിക്കുന്നു? ഞാൻ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അപ്പോൾ ഞാൻ ബ്രഹ്മത്തിൽ ചരിക്കുന്നു. അതുകൊണ്ട് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ എനിക്ക് അസത്യമാകാം എന്ന് വാദിക്കുന്നവരുണ്ട്. അതൊന്നും ഇവിടെ പ്രാമാണികമായിട്ടുള്ള കാര്യങ്ങളല്ല, ആത്മവഞ്ചനയാണ്. ബ്രഹ്മത്തിൽ ചരിക്കുന്നവനായ ബ്രഹ്മചാരി ഒരിക്കലും അസത്യം പറയാൻ പാടില്ല. അതൊരു ഉദാഹരണമായിട്ടെടുത്താണ്. അതുപോലെ ഏതെല്ലാമാണോ വ്രതങ്ങളായി ബ്രഹ്മചാരിക്ക് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം അനുഷ്ഠിച്ചു തന്നെ തീരും. ഭഗവാൻ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് എനിക്കും ചെയ്യാം എന്ന് പറഞ്ഞൊരിക്കലും സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അതാണ് ഇവിടെ മുഖ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിന്റെ വ്യാഖ്യാനങ്ങൾ പൊതുവെ ഇവിടേക്ക് ഒരു ഒഴുക്കം മട്ടിൽ വ്യാഖ്യാനിച്ചു പോവുകയും ഇതൊക്കെ വളരെ നിസ്സാരമായ വളരെ ലാഘവമുള്ള വിഷയം പോലെയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇത് വളരെ ഗൗരവമുള്ള ഒരു ഭാഗമാണിത്.
കാരണം മനുഷ്യനെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അവനവന്റെ താല്പര്യമനുസരിച്ച് അവനവനെ മഹത്വപ്പെടുത്താനും വേണ്ടി വ്യാഖ്യാനിക്കുന്ന ഭാഗങ്ങളാണിത്. താൻ ചെയ്യുന്ന എന്താണോ അത് ശരി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതിനെ പലരും വ്യാഖ്യാനിക്കാറുണ്ട്. അത് പാടില്ല. ഇവിടെ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ഭഗവാന് വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ നിന്ന് അർജുനന് സ്വീകാര്യമായിട്ടുള്ള ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്, വർത്തേ ഏവച്ച കർമ്മം. നീ കർമ്മത്തിൽ വർത്തിക്കുക, അത് മാത്രം. എന്റെ കർമ്മം നീ ചെയ്യൂ എന്നല്ല അവിടെ പറയുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ അർജുനന് സ്വധർമ്മമല്ലാതായിത്തീരും. ഇനി ശ്ലോകത്തിൽ നോക്കുക. പാർത്ഥ, ഹേ പാർത്ഥ, അല്ലയോ അർജുന, എനിക്ക് ത്രിഷു ലോകേഷു 3 ലോകങ്ങളിലും കിഞ്ചന കർത്തവ്യം നാസ്തി, ഒരു കർത്തവ്യവുമില്ല. അനവാപ്തം ആപ്തവ്യം ച നാസ്തി, ഞാൻ പ്രാപിക്കാത്ത ഒന്നിനെ എനിക്ക് പ്രാപിക്കേണ്ടതായിട്ടുമില്ല. അനവാപ്തം, ഞാൻ പ്രാപിക്കാത്തത്, അതിനെ അവാപ്തവ്യം, പ്രാപിക്കേണ്ടതായിട്ടുമില്ല. എങ്കിലും അഹം, ഞാൻ കർമ്മണി വർത്തി ഏവ, കർമ്മത്തിൽ വർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല, കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തേ ഏവ ച കർമ്മണി യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ പത്മാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ യദി ഹി പുനരഹം ന വർത്തേയ ജാതു കദാചിത് കർമ്മണി അതന്ത്രിതോ അനലസഃ സൻ. യദി ഹി പുനരഹം ന വർത്തേയ, ഞാൻ പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ, കർമ്മണി, കർമ്മത്തിൽ, അതന്ത്രിത അനലസൻ, അലസതയില്ലാതെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിച്ചായ ആലസ്യത്തോടുകൂടി ഞാൻ പ്രവർത്തിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മമ ശ്രേഷ്ഠസ്യ സതോ പത്മ മാർഗം അനുവർത്തന്തി മനുഷ്യാഹ ഹേ പാർത്ഥ സർവശഃ സർവപ്രകാരൈഹി. കർമ്മമാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർവരും എന്ത് ചെയ്യുന്നു? എന്നെ നോക്കി പ്രവർത്തിക്കുന്നു. കർമ്മത്തോട് താല്പര്യമുള്ളവർ, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർ ആ കർമ്മമാർഗത്തിൽ ശ്രേഷ്ഠരായവരെ നോക്കുന്നു. മമ വർമ്മ മാർഗം അനുവർത്തന്തേ, എന്റെ മാർഗത്തെയാണ് സർവരും ലോകത്ത് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സർവപ്രകാരൈഹി. അതുകൊണ്ട് അവരെന്നെ നോക്കും. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനനുസരിച്ച് അവരും കർമ്മം ചെയ്യാൻ കടപ്പെട്ടവരാണെന്ന് കരുതി കർമ്മം ചെയ്യും. മറിച്ചായാലോ, ഞാൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നതായി കണ്ടുകഴിഞ്ഞാൽ മറ്റുള്ളവരും അത് ഉപേക്ഷിക്കും. അതുകൊണ്ട് ലോകം മുഴുവൻ എന്റെ മാർഗത്തെ അനുസരിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് കർമ്മം ചെയ്തു തന്നെ കഴിയണം. ഞാൻ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അത് മാത്രമല്ല,
ഭഗവാന്റെ കർമ്മത്തിന് അധീനമാണ് ലോകത്തിന്റെ സർവ്വപ്രവൃത്തികളും. അതടുത്ത് പറയും. ഈശ്വര കർമ്മത്തിന് അധീനമാണ്. അതുകൊണ്ടും മനുഷ്യൻ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്. അതും അവിടെ സൂചിപ്പിക്കുന്നു. മമ വർമ്മ അനുവർത്തന്തേ. ഒരു അനുവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വേച്ഛയല്ല, സ്വേച്ഛയല്ലാതെയും അവർ അതിന് കടപ്പെട്ടിരിക്കുന്നു. കടമയുണ്ട്. ചെയ്തേ തീരൂ കർമ്മം. നീ കർമ്മം ചെയ്യാൻ അത് പറയും അടുത്ത്. നീ കർമ്മം ചെയ്യണ്ട എന്ന് നീ കരുതിയാലും കർമ്മം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ എന്റെ മാർഗത്തെ അനുവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണോ, ലോകത്തിന് വേണ്ടി ഞാനൊരു മാർഗം തയ്യാറാക്കിയിട്ടുണ്ട്, കർമ്മമാർഗം. ആ കർമ്മത്തെ സമൂഹം മുഴുവൻ അനുവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന കർമ്മം അത് ഈശ്വരന്റേതാണ്. ഈശ്വരീയമായ കർമ്മമാണ്. ആ കർമ്മത്തിന്റെ ഭാഗമായി, ആ കർമ്മത്തിന് വിധേയമായി, ആ കർമ്മത്തെ അനുസരിച്ചുകൊണ്ട് ഇതേ കർമ്മത്തിൽ സർവ്വജീവന്മാരും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ. ഈശ്വരൻ ബ്രഹ്മാണ്ഡത്തിൽ സമഷ്ടിയിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ അവന്റെ വെഷ്ടിയിൽ നിരന്തരം ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ മുഴുകിയിരിക്കുകയാണ്. അതാണ് ഈശ്വരന്റെ മാർഗത്തെ സർവ്വ മനുഷ്യരും അനുവർത്തിക്കുന്നു എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ആർക്കും മുക്തിയില്ല, മോചിക്കാൻ പറ്റത്തില്ല. അതിൽ വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. ജീവന് എപ്പോഴും കർത്തവ്യമായിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അവൻ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ ജീവന്റെയും പ്രവൃത്തി നോക്കിയാൽ അറിയാം. അനുനിമിഷം അവന് സൃഷ്ടിപരമായി അല്ലെങ്കിൽ നാശോന്മുഖമായി ഏതെങ്കിലും തരത്തിൽ ഏത് സമയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ വിധത്തിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് ജീവൻ അങ്ങനെ പ്രവർത്തിക്കേണ്ടി വരുന്നു? ജീവൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് പരവശനായിട്ടാണ്. മറ്റൊരു കർമ്മ നിയമത്തിന് അധീനനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് എന്റെ മാർഗത്തെ സർവ്വ മനുഷ്യരും പിന്തുടരുന്നു എന്ന് പറയുന്നത്. അതെന്താണത്? ഈശ്വരീയമായ കർമ്മനിയമം. കാരണം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിലൂടെയാണ്. അങ്ങനെയാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ബ്രഹ്മാണ്ഡം മുഴുവനും ഈ ബ്രഹ്മാണ്ഡത്തിലെ ഓരോ അണുവും അങ്ങനെ നിലനിൽക്കുന്നു. കാലദേശങ്ങളിലൂടെ ഈ സൃഷ്ടിസ്ഥിതി സംഹാര വ്യാപാരത്തിൽ പ്രപഞ്ചം നിൽക്കുകയാണ്. ആ സൃഷ്ടിസ്ഥിതി സംഹാര വ്യാപാരത്തെ കൽപ്പിച്ചിരിക്കുന്നവരാണ് ഈശ്വരനാണ്. ഈശ്വരന്റെ കൽപ്പനയിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൽപ്പനയിൽ അന്തർഭവിച്ചിരിക്കുന്നു ജീവന്റെ വ്യാപാരങ്ങൾ. അതുകൊണ്ട് ആ ഈശ്വരന്റെ നിയമത്തിന് വിധേയമായി സർവ മനുഷ്യരും നിരന്തരം കർമ്മത്തിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. സർവ മനുഷ്യരും എന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞെങ്കിലും സർവ്വജീവികളും. അതിനാണ് ഇവിടെ പറയുന്നത് എന്റെ മാർഗത്തെ അനുവർത്തിക്കുന്നു. അല്ലാതെ ഈ അവതാര പുരുഷൻ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ മറ്റുള്ളവർ അനുകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. അങ്ങനെ പ്രവർത്തിക്കുന്നതും അസാധ്യമാണ്. പതന്ത്രിതനായി അനലസനായി ആലസ്യമില്ലാതെ ഈശ്വരൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അനാദിയായി അനന്തമായി ഈശ്വര സങ്കല്പമനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ സർവ ചലനങ്ങളും സർവ വ്യാപാരങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ്. അതിനെ മനുഷ്യന് അല്ലെങ്കിൽ ജീവന്മാർക്ക് അവന്റെ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാനോ അവന്റെ ബുദ്ധി കൊണ്ട് അതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ അവന് സാധ്യമല്ല. അവൻ ആ നിയമത്തെ അനുസരിച്ച് അതിന് വിധേയമായി അവനും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈശ്വര നിയമത്തിന് വിധേയമായി. അതാണ് എന്റെ മാർഗത്തെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഈശ്വരന്റെ നിയമത്തിന് വിധേയമായ ഒരു പ്രകൃതി, അതാണ് ജീവനിരിക്കുന്ന ജീവപ്രകൃതി. ആ ജീവപ്രകൃതിയിൽ
അതിനാണ് ജീവന്റെ സ്വഭാവമെന്നും പറയുന്നു. ഈ കർമ്മങ്ങളുടെ എല്ലാം ബീജം കിടപ്പുണ്ട്. അത് ആ ജീവനെ നിരന്തരം പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒരു ജീവനും ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കർമ്മത്തിൽ നിന്നും മുക്തിയില്ല. ചില ചിന്തിക്കും, നിർവികൽപ്പ സമാധിയിലിരുന്നാലോ? നിർവികൽപ്പ സമാധിയിൽ ഒരാൾ ശരീരത്തോടുകൂടി ഇരിക്കുകയാണ്. ശരീരം നിലനിൽക്കുന്നതിനുള്ള വ്യാപാരം പ്രവൃത്തിയെങ്കിലും ആ ശരീരത്തിൽ സംഭവിക്കുന്നു. അയാൾ പ്രപഞ്ച വിസ്മൃതിയിലിരിക്കുകയാണെങ്കിൽ ശരീരം നിലനിൽക്കണമെന്ന്. അപ്പോൾ ആ ശരീരം നിലനിൽക്കുന്നതിനുള്ള ആ പ്രവൃത്തി അതിനെ ഒഴിവാക്കാൻ ആ ജീവന് കഴിയത്തില്ല. അതവിടെ നടന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ ശരീരം നിലനിൽക്കില്ല. അപ്പൊ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നിയമത്തെ, ഈശ്വരീയമായ നിയമത്തെ സർവ്വജീവന്മാരും അനുസരിച്ച് തീരും. അതാണ് മമ വർമ്മ അനുവർത്തന്തേ, എന്റെ മാർഗത്തെ സർവരും പിന്തുടരുന്നു, എന്റെ നിയമത്തെ സർവരും അനുസരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടും എന്താണ്, ഒരുവനും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. ഒരു കർമ്മം നമുക്ക്, ജീവൻ എന്താണ്, അവന്റെ വിവേകം കൊണ്ട് ഒരു കർമ്മത്തെ മാറ്റിവെക്കാം. ഒരു കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. പക്ഷെ ഒരു കർമ്മത്തെ മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു കർമ്മ ആ സ്ഥാനത്ത് വരും. ഒരു കർമ്മരംഗത്ത് നിന്ന് ഒഴിയാൻ ശ്രമിച്ചാൽ വേറൊരു കർമ്മ ആ സ്ഥാനത്ത് വരും. അപ്പൊ കർമ്മത്തിൽ നിന്നും ഒരിക്കലും ആർക്കും ഒഴിയാൻ സാധ്യമല്ല. കർമ്മത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കണം. ശരീരമുള്ള മനുഷ്യ ജന്മമെടുത്തിട്ടുള്ള ആർക്കും അത് സാധ്യമേ അല്ല. പിന്നെ സന്യാസം എന്ന് പറയുന്നതോ അത് ചില കർമ്മങ്ങൾ ഒഴിവാക്കുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. കർമ്മത്തിൽ നിന്നും അവിടെ ഒഴിയുന്നില്ല. അനുകൂലമായ ചില കർമ്മങ്ങളെ സ്വീകരിക്കുന്നു, പ്രതികൂലമായ ചില കർമ്മങ്ങളെ ഒഴിവാക്കുന്നു. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, ഈ പ്രപഞ്ചത്തിന് നിയാമകമായിരിക്കുന്ന ഈശ്വരീയമായ കർമ്മ നിയമത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ സർവ്വജീവികളും ഇതിനെ അനുസരിച്ച് തന്നെ തീരുന്നു. അതാണ് എന്റെ മാർഗത്തെ സർവരും അനുവർത്തിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ അലസതയില്ലാതെ കർമ്മം ഞാൻ ചെയ്യുന്നു എന്ന് പറയും. ഭഗവാനിൽ അലസതയുടെ പ്രാപ്തിയില്ല. പിന്നെ അലസത ഇല്ലാതെ ഞാൻ ചെയ്യുന്നു എന്ന് എന്തിനു പറയുന്നു? ജീവനെ ബോധിപ്പിക്കാൻ വേണ്ടി. ജീവനിൽ അലസത വന്നു ചേരാം. അവൻ മൂഢമായി താൻ കർമ്മത്യാഗിയാണെന്ന് കരുതാം. അങ്ങനെ സ്വയം കരുതുന്ന സമയത്തും അങ്ങനെ കരുതുന്നതാണ് അലസത. മൂഢമായി കരുതുന്നു ഞാൻ കർമ്മത്തെ ത്യജിച്ചിരിക്കുന്നു, അത് ആണ് അലസത. അങ്ങനെ കരുതുന്ന സമയത്തും അവൻ അറിയാതെ അവൻ കർമ്മത്തിൽ മുഴുകിയിരിക്കുകയാണ്. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അലസതയില്ലാതെ ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന് പറയും. എന്നുവെച്ചാൽ ഇവിടെ നിരന്തരമായ കർമ്മം ഈശ്വരപ്രേരിതമായി ഈ പ്രപഞ്ചത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജീവൻ അതിനധീനമായി ഈ കർമ്മചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവനിൽ അത് പ്രകടമായിരിക്കുന്നതാണ് ജനന മരണ രൂപത്തിൽ. ജനന മരണ രൂപത്തിൽ ഈ കർമ്മചക്രത്തിൽ ജീവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈശ്വരീയമായ നിയമമാണ്. അതുകൊണ്ടൊരിക്കലും സ്വന്തം മൂഢത കൊണ്ട് ഞാനിതാ കർമ്മത്തെ ത്യജിച്ച് കർമ്മത്തിന് അതീതനായിരിക്കുന്നുവെന്ന് ആരും കരുതരുത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ശ്രമിച്ചു നോക്കുക. അഹം ഞാൻ,
അതന്ത്രിത ആലസ്യമില്ലാത്തവനായി കർമ്മണി കർമ്മത്തിൽ ജാതു വർത്തേയം എന്നും വർത്തേയ എന്ന് രണ്ടു തരത്തിലുണ്ട് പാഠം. പ്രവർത്തിക്കാതിരിക്കുകയാണ് എങ്കിൽ, ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുകയാണ് എങ്കിൽ ന വർത്തേയ യതി. പാർത്ഥാലയോ പാർത്ഥ, മനുഷ്യർ സർവരീതിയിലും മമ പത്മാനുവർത്തന്തേ, എന്റെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കും. ഞാൻ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ മനുഷ്യനും എന്റെ മാർഗത്തെ പിന്തുടരും, അതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ലോകരും അതിനെ അനുവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ള ലോകനീതിയെ പറയുകയാണ്, നിയമത്തെ പറയുകയാണ്. യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ പദ്മാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ ഉസ്സിദേയുരിമേ ലോകാ നഹു വിദ്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാഃ തഥാ ച കോ ദോഷഃ ഇത്യാഹ. അങ്ങനെ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ എന്ത് ദോഷമാണ് സംഭവിക്കുന്നത്? ഉസ്സിദേഹു വിനശ്യേഹു ഇമേ സർവേ ലോകാഃ. അതായത് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിന്റെ നിയാമകനായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ സൃഷ്ടിക്കും സംഹാരത്തിനും കർമ്മം വേണം, അതുപോലെ തന്നെ സ്ഥിതിക്കും കർമ്മം വേണം. ആ സ്ഥിതിയെ സംബന്ധിച്ചുള്ള കർമ്മങ്ങൾ, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വിനശ്യേഹു നശിക്കും ഇമേ ലോകാഃ, ഈ ലോകരെല്ലാം നശിക്കും. എന്തുകൊണ്ട്? ലോകസ്ഥിതി നിമിത്തസി കർമ്മണോഭാവ, ലോകസ്ഥിതി നിമിത്തമായ കർമ്മമില്ലാതെ വന്നു കഴിഞ്ഞാൽ. എങ്ങനെയാണ് നശിക്കുന്നത്? ന കുര്യാം കർമ്മ ചെയ്ത, ഞാൻ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ. കിഞ്ച സങ്കരസ്യ കർത്താസ്യ, ഞാൻ സങ്കരത്തിന് കർത്താവായി തീരും. അർജുനൻ നേരത്തെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചു, ഈ യുദ്ധം നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ വർണ്ണസങ്കരം വരുമെന്ന് പറഞ്ഞു. ഒന്നാം അധ്യായത്തിന്, അതായത് ക്ഷത്രിയന്മാരെല്ലാം യുദ്ധത്തിൽ നശിച്ചു കഴിഞ്ഞാൽ ക്ഷത്രിയ സ്ത്രീകൾ ശേഷിക്കും, അവർ പരപുരുഷന്മാരെ പ്രാപിക്കും, സന്താനങ്ങളുണ്ടാകും, വർണ്ണസങ്കരം. സങ്കരോ നരകായി കുലജ്ഞാനം പുരസ്യത, സങ്കരമുണ്ടാകും, കുലത്തിന് അത് കുലം തന്നെ അതുകൊണ്ട് മുടിഞ്ഞു പോകും എന്നാണ് അർജുനൻ പറഞ്ഞു. അപ്പോ അത് അർജുനന്റെ പക്ഷത്ത് നിന്ന് വർണ്ണസങ്കരത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യം എന്തുകൊണ്ടുണ്ടാകുന്നു? കാരണം ആ കാലഘട്ടത്തിൽ മനുഷ്യർ വർണ്ണങ്ങളായി തിരിഞ്ഞു നിന്നിരുന്ന കാലമാണ്. അന്ന്
ഈ വർണ്ണങ്ങൾ കൂടിക്കലരുന്നത് പാപമായിട്ടാണ് കരുതുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്ന ഈ വർണ്ണങ്ങളിൽ നിന്നും ബാഹ്യമായി വർണ്ണബാഹ്യന്മാരെന്ന് പറഞ്ഞ് കുറെ ആൾക്കാരുണ്ടായിരുന്നു. മറ്റ് ജാതികൾ, ഈ ജാതികളെല്ലാം വർണ്ണസങ്കരം കൊണ്ടുണ്ടായവരാണ്. വർണ്ണസങ്കരത്തിലൂടുണ്ടാകുന്നവർ അവര് വർണ്ണബാഹ്യന്മാരായി. മറ്റ് ജാതികളും ഉപജാതികളും എല്ലാം അന്ന് കണക്കാക്കിയിരുന്ന അങ്ങനെയാണ്. ബ്രാഹ്മണ സ്ത്രീയിൽ ക്ഷത്രിയനുണ്ടാവുക, ക്ഷത്രിയ സ്ത്രീയിൽ ബ്രാഹ്മണന് സന്താനം ഉണ്ടാവുക, തിരിച്ച് വൈശ്യനുണ്ടാവുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അതിനെ നല്ലൊരു കാര്യമായിട്ട് അന്ന് കരുതിയിരുന്നില്ല. അന്നത്തെ നീതിയും നിയമമൊക്കെ അതായിരുന്നു. വർണ്ണസങ്കരം ദോഷമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ വിതുരൻ ദാസീപുത്രനാണ്. ക്ഷത്രിയന് ദാസിയിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് മറ്റ് ക്ഷത്രിയന്മാർക്കുള്ള സ്ഥാനമൊന്നും വിതുരന് കൊടുത്തിരുന്നില്ല. ജ്ഞാനിയും യോഗ്യനുമൊക്കെ ആയിരുന്നെങ്കിലും മന്ത്രിയായിരുന്നെങ്കിലും ശൂദ്രനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അന്നത്തെ സമൂഹത്തിന് ഒരു മാന്യതയിൽ അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ട് ശൂദ്രന്. ചില സന്ദർഭങ്ങളെല്ലാം അത് മഹാഭാരതത്തിൽ പ്രകടമാക്കുന്നുണ്ട്. ജ്ഞാനി ആയിരുന്നിട്ട് കൂടി ശൂദ്രനായതുകൊണ്ട് ചില ന്യൂനതകൾ. ഉപദേശിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചില നിബന്ധനകൾ ശൂദ്രന്റെ മേൽ ഏർപ്പെടുത്തിയിരുന്നു. ആ നിബന്ധനകളെല്ലാം വിതർക്കും ഉണ്ടായിരുന്നു. കർണനെ സൂതപുത്രനായി പല സന്ദർഭങ്ങളും അധിക്ഷേപിക്കുന്നു. ക്ഷത്രിയനായിരുന്നിട്ടും സൂതപുത്രൻ അന്തസ്സിന് കുറച്ച് കുറഞ്ഞതായിട്ട് രീതിയിൽ പറയുന്നത്. കാരണം അതൊക്കെ ആ കാലഘട്ടത്തിന്റെ ചിന്താഗതിയായിരുന്നു. വർണ്ണസങ്കരം കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ അന്ന് വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് അർജുനൻ സങ്കരത്തെക്കുറിച്ച് ചോദിച്ചത്. പക്ഷെ ഇവിടെ മറുപടി പറയുന്നിടത്ത് സങ്കരസ്ഥിര കർത്താസ്യാണ്. ഈ പ്രപഞ്ചത്തിൽ നിയമവിധേയമായി കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവിടെ സങ്കരം ഉണ്ടാകുമെന്ന് പറയുന്നു. ഇവിടെ സമാധാനം പറയുന്നിടത്ത് കേവലം വർണ്ണസങ്കരത്തെ മാത്രം ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് എടുക്കാൻ നിവൃത്തിയില്ല. വർണ്ണം എന്നുള്ളത് പറയുന്നില്ല, സങ്കരം എന്നേ പറയുന്നില്ല. ഈശ്വരന്റെ നിയമം പ്രാവർത്തികമാകാതിരുന്നു കഴിഞ്ഞാൽ സങ്കരം വരുമെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഈ സമൂഹത്തിലെ നീതി, ധർമ്മം ഇവയെ നിലനിർത്തുന്ന വ്യവസ്ഥകൾ ഭംഗം വരുന്നു. കാരണം ഭരണവ്യവസ്ഥയിലൂടെ ഉദ്ദേശിച്ചത് അതാണ്. സമൂഹത്തിൽ ചില വ്യവസ്ഥകൾ നടപ്പിലാക്കുക, അതായിരുന്നു അന്ന് ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മൾ ഭരണഘടനകളെല്ലാം എഴുതിയുണ്ടാക്കി മനുഷ്യനെ നിയന്ത്രിക്കാനും നിലനിർത്താനും ശ്രമിക്കുന്ന പോലെ അന്നത്തെ ഭരണഘടനയായിരുന്നു വർണ്ണവ്യവസ്ഥ. അപ്പോൾ അതിനൊരു ഭംഗം വന്നു കഴിഞ്ഞാൽ അന്നത്തെ സമൂഹത്തിൽ നിയമവാഴ്ചയില്ലാതെ എല്ലാം അസ്തവ്യസ്തമായി തീരും. അപ്പൊ സമൂഹത്തെ മുന്നോട്ട് സമൂഹത്തിൽ നീതിയും ധർമ്മവും എല്ലാം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അതിന് ചില വ്യവസ്ഥകൾ ആവശ്യമാണ്. ഏത് കാലഘട്ടത്തിലും വ്യവസ്ഥകൾ മാറി വരും, പക്ഷേ വ്യവസ്ഥ ആവശ്യമാണ്. അത്തരം വ്യവസ്ഥകളുടെ ഭംഗം, അതാണ് സങ്കരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ കർത്തവ്യം ഇന്നതാണെന്ന് നിർണയിക്കാൻ കഴിയാതെ വരിക. അങ്ങനെ വരുമ്പോൾ
ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷത്രിയന്റെ ധർമ്മമാണ് രാജ്യപരിപാലനം, ക്രമസമാധാന പാലനമൊക്കെ അന്ന് ക്ഷത്രിയന്റെ ധർമ്മമാണ്. ആ ഒരു വ്യവസ്ഥയെ പരിപാലിക്കാതെ വന്നു കഴിഞ്ഞാൽ ആരും പോലീസാകും, നിയമപാലനം മറ്റുള്ളവരും കയ്യിലെടുക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി തീരും. അപ്പൊ ഇന്നാരിന്നത് ചെയ്യണം എന്ന് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങൾക്ക് പ്രാബല്യമില്ലാതെ വരിക, ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരവസ്ഥ വരിക, അതാണ് സങ്കരം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമൂഹം അധപ്പതനത്തിലേക്ക് പോകും. അത് ഇന്നും അങ്ങനെ വന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പഴയ വർണ്ണത്തിന്റെയോ ജാതിയുടെയോ നിയമങ്ങൾ വെച്ചുകൊണ്ടല്ലെങ്കിലും ഇന്ന് സമൂഹത്തിന് വച്ചിരിക്കുന്ന ചില നിയമങ്ങൾ, ആ നിയമങ്ങൾ പരിപാലിക്കണമെന്നാണ് ഇന്നും ഭരണകർത്താക്കൾ ആഗ്രഹിക്കുന്നത്. സാധാരണ ജനം അത് തന്നെ ആഗ്രഹിക്കുന്നു. അതിനെന്തെങ്കിലും ഭംഗം വന്നു കഴിഞ്ഞാൽ ഇന്നും നമുക്ക് കാണാം എന്താണ് നമ്മൾ പറയും ക്രമസമാധാന പ്രശ്നമെന്ന്. അത്തരൊരു ക്രമസമാധാന പ്രശ്നത്തെയാണ് ഇവിടെ ഭഗവാനും പറയുന്നത് സങ്കരം, ദോഷമാണ്. അപ്പോൾ അന്നത്തെ കാലം എന്ന് പറയുന്നത് വർണ്ണവ്യവസ്ഥയുടെ ആയിരുന്നു. ഇന്ന് അത് മാറി ജനാധിപത്യത്തിന്റെ കാലമായി. എവിടെയായാലും വ്യവസ്ഥകളും നിയമങ്ങളും ചട്ടങ്ങളും സമൂഹത്തിനുണ്ടായേ പറ്റും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലമനുസരിച്ച് വ്യവസ്ഥകൾക്കും ചട്ടങ്ങൾക്കും എല്ലാം മാറ്റം വരും. ഏത് കാലത്തും അത് പരിപാലിക്കപ്പെടണം. അത് പരിപാലിക്കേണ്ടതായ ഭരണകർത്താക്കൾ, ഭരിക്കുന്നവരാണത് പരിപാലിക്കാൻ ശ്രമിക്കേണ്ടത്. നിയമത്തെ കയ്യിലെടുത്ത് പെരുമാറുന്നതിന് സാധാരണ പൗരന്മാർക്ക് അവകാശമില്ല, ഇന്നുമില്ല അന്നുമില്ല. അന്നത്തെ ഭരണാധികാരികളാണ് ക്ഷത്രിയന്മാര്, രാജ്യം ഭരിക്കുന്നവര്. അത് പരിപാലിക്കേണ്ടത് അന്ന് ക്ഷത്രിയ ധർമ്മമായിട്ടാണ് കരുതിയിരുന്നത്. ചട്ടങ്ങളെയും നിയമങ്ങളെയൊക്കെ സമൂഹത്തിൽ നിലനിർത്തുക. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്തുവരും? ലോകം നശിക്കും. സങ്കരസിച്ച കർത്താസ്യ, ഞാൻ വർണ്ണസങ്കരത്തിന് കർത്താവായിത്തീരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ സങ്കരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമവ്യവസ്ഥകളുടെ ഭംഗമാണ്. അതാത് കാലദേശങ്ങൾക്കനുസൃതമായി വരുന്ന നിയമവ്യവസ്ഥ, അതിന് ഭംഗം വരാൻ പാടില്ല എന്നുള്ളതാണ്. അർജുനൻ ശങ്കിക്കുന്നതും ആ ഒരു തരത്തിൽ തന്നെയാണ്. അർജുനന്റെ മനസ്സിൽ വരുന്ന ശങ്ക എന്ന് പറയുന്നത് അത് വളരെ ബാലിശമാണ്. കേവലം വർണ്ണവ്യവസ്ഥയുടെ ഭംഗം മാത്രമാണ്. ഭഗവാൻ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. തന്റെ കർമ്മത്തിന് വിധേയമായിട്ടാണ് സർവ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേവലം വർണ്ണവ്യവസ്ഥ മാത്രമല്ല. വർണ്ണവ്യവസ്ഥ മാത്രം നടന്നാൽ പോരാ. സർവ ജീവന്റെ പ്രവർത്തനങ്ങളും എന്താണ്? മമ വർമ്മ അനുവർത്തന്തേ മനുഷ്യ എന്നാണ്. എന്റെ വ്യവസ്ഥിതിയെ മനുഷ്യൻ അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു, മനുഷ്യ സമൂഹം മുഴുവൻ. ഇവിടെ ധർമ്മോപദേശം എന്ന് പറയുന്നത് സർവ്വപ്രാണികളോടും പറഞ്ഞിട്ട് കാര്യമില്ല, അത് മനുഷ്യനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സ്വധർമ്മവും മറ്റും ഉപദേശിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, സർവ്വജീവികൾക്കും വേണ്ടിയിട്ടല്ല. മനുഷ്യനതിനെ അനുവർത്തിക്കണം. അതിനെ അനുവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രപഞ്ചത്തിന്റെ നിയാമക പ്രവൃത്തികൾ അത് ഈശ്വരാധീനമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അവിടെ സങ്കരം വരുന്നു. നിയമങ്ങളില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യന് നീതിബോധം, ധർമ്മബോധം ഇവയെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, മനുഷ്യന് നീതിബോധവും ധർമ്മബോധവും ഒക്കെ നിലനിർത്തുന്നത് എന്താണ്? അത് ഈശ്വരീയമായ നിയമങ്ങളാണ്. മനുഷ്യന് വിവേകത്തെ നിലനിർത്തുന്നത് അതും ഈശ്വരീയമായ നിയമങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന അതിസൂക്ഷ്മമായ ഈശ്വരീയ വ്യവസ്ഥകളാണതല്ല. അപ്പോൾ അത്തരം വ്യവസ്ഥകൾക്ക് ഭംഗം വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അസ്തവസ്തമായി എല്ലാം നശിച്ചു പോകും. മനുഷ്യവംശമേ നശിച്ചു പോകും. അപ്പം മനുഷ്യവംശത്തെ നിലനിർത്തിയിരിക്കുന്നത് ഈശ്വരീയ നിയമങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്.
ആണ് ന കുര്യാം കർമ്മ ചെയ്ത, ഞാൻ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഈശ്വര നിയമങ്ങൾ ഇവിടെ നിലനിൽക്കാതിരുന്നു കഴിഞ്ഞാൽ, കിഞ്ച സങ്കരസിച്ച കർത്താസ്യാം, സങ്കരത്തിന് ഞാൻ കർത്താവായി തീരും. ലോകത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന വ്യവസ്ഥകൾക്ക് ഭംഗം വരും. തേന കാരണേന, അതുകൊണ്ട് എന്ത് വരുന്നു, ഉപഹന്യാം ഇമാ പ്രജാഹ, ഈ മനുഷ്യവംശം മുഴുവൻ നശിക്കും. ഇവിടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ യഥേഷ്ടം പ്രവർത്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ, മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത് ദോഷകരമായി തീരും. പ്രജാനാം അനുഗ്രഹായ പ്രവൃത്തഃ ഉപഹതിം ഉപഹനനം കുര്യാം. ഈ നിയമങ്ങളെല്ലാം വച്ചിരിക്കുന്നതിന് വേണ്ടി, പ്രജകളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അത് പാലിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ എന്തുവരും, ഈ പ്രജകൾ നശിച്ചു പോകും. എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഈ മനുഷ്യ വംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ ഈശ്വരൻ തന്നെ ചെയ്തു വച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈശ്വരന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് മനുഷ്യവംശം നിലനിൽക്കുന്നത്. അത് മനുഷ്യന്റെ ബുദ്ധിയോ കഴിവോ ഉപയോഗിച്ചിട്ടല്ല. അതുകൊണ്ട് മനുഷ്യവംശത്തെ നിലനിർത്താൻ സാധ്യമല്ല. മമ ഈശ്വരസ്യ അനനുരൂപം ആപദ്ധ്യേത, ഇതങ്ങനെ ശങ്കിക്കുകയാണ്. മറിച്ച് ഞാൻ ഇത്തരം നിയമങ്ങളെ പ്രാവർത്തികമാക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈശ്വരൻ തന്നെ അല്ലാതായിത്തീരും. അവിടെ ഈശ്വരീയത്വം നഷ്ടപ്പെടും. മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചാണ് മനുഷ്യന് ഏറ്റവും വലിയ ഉത്കണ്ഠ. മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചുള്ള മനുഷ്യന്റെ ഉത്കണ്ഠ പരിഹരിക്കേണ്ടത് എങ്ങനെ? ഈശ്വരീയമായ നിയമങ്ങളെ, പ്രപഞ്ച സംവിധാനത്തിലെ നിയമങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മനുഷ്യനനുസരിച്ച് പോകും എന്ന് പറയുന്ന വലിയൊരു പാഠമാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് ഈ ജഗത്തിലെ കർമ്മ നിയമത്തിന്റെ പാഠം. ജഗത്തിന്റെ ആത്യന്തികമായ കർമ്മ നിയമം അത് ലക്ഷ്യമാക്കിയിരിക്കുന്നത് ഈ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പാണ് മുഖ്യമായിട്ട്. മറ്റു ജീവികളുടെ കാര്യം ഇവിടെ പറയുന്നത് കാരണം അവിടെ ധർമ്മോപദേശത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമുള്ളതുകൊണ്ട് പറയുന്നു, മനുഷ്യനെ എടുത്തു പറയുന്നു. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവന്റെ വിവേകം ഉപയോഗിച്ച് ഇവിടെ എന്താണ് ഈശ്വരീയമായ നിയമമെന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് അതിന് വിധേയനായി മനുഷ്യൻ ജീവിക്കണം. അങ്ങനെ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുവരും? അവൻ ഭഗവാൻ ഈ നിയമങ്ങൾ നടപ്പിലാക്കാതിരുന്നാൽ വരുന്ന ദോഷത്തിന് വിധേയനാകും. എന്നുവെച്ചാൽ സങ്കരം വന്നു ചേരും. വ്യവസ്ഥകൾക്കെല്ലാം ഭംഗം വരും, നിയമങ്ങൾക്കെല്ലാം ഭംഗം വരും. വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യനെ നശിപ്പിക്കും. അതായത് മനുഷ്യനെ ഇന്നും നിലനിർത്തിക്കൊണ്ടുപോകുന്ന എന്താണോ ആ മനുഷ്യനുള്ള ധർമ്മബോധം, നീതിബോധം തുടങ്ങിയ കാര്യങ്ങളാണ്. ആ ധർമ്മബോധം, നീതിബോധം എല്ലാം മനുഷ്യൻ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ എന്ത് ചെയ്യും? അവന്റെ പൂർണ്ണനാശത്തിന് ഉള്ള കാര്യങ്ങൾ ചെയ്യും. അത് വരാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ നിയമങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യന് വിവേകം നിൽക്കുന്നത്. ആ വിവേകം നിൽക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ തന്റെ ഭാവിയെക്കുറിച്ച് ഒക്കെ ഉത്കണ്ഠപ്പെടുന്നത്, താൻ നശിക്കാതെ എങ്ങനെ നിലനിൽക്കാമെന്ന് ചിന്തിക്കുന്നത്. അതിനുവേണ്ടി അവൻ ഈ പ്രകൃതിയുടെ നിയമങ്ങളെയൊക്കെ അനുസരിക്കാൻ അവൻ ഒരുമ്പെടുന്നത് അതുകൊണ്ടാണ്. അതിനുള്ള പ്രേരണ കൊടുത്തുകൊണ്ട് ഈശ്വരൻ സദാ പ്രവർത്തിക്കുന്നു എന്ന് ഈശ്വരൻ ജീവനെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് മനുഷ്യൻ പലപ്പോഴും വഴിവിട്ടു പോയാൽ മനുഷ്യൻ തന്നെ
അവന്റെ വിനാശത്തിന് ഉതകുന്ന വലിയ വലിയ പ്രവൃത്തികൾ അവൻ തന്നെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും അതാണ് മനുഷ്യൻ ഇപ്പോൾ എന്താണ് അവന്റെ കാമക്രോധങ്ങൾ വർദ്ധിച്ച് സർവനാശത്തിനും കാരണമായി തീരുന്ന യുദ്ധങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്നു. അവന്റെ വിനാശത്തിന് ആവശ്യമുള്ളതെല്ലാം അവൻ തന്നെ ചെയ്യുന്നു. അത് സംഭാരങ്ങളെല്ലാം ഒരു കൂട്ടി വയ്ക്കുന്നു, ആയുധങ്ങളും മറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുന്നു, അവന്റെ മനസ്സിൽ വിവേകം ഉണ്ടാകുന്നു, ഇതൊക്കെ അപകടമാണെന്ന് അവനെ ബോധിപ്പിക്കുന്നു. അപ്പോൾ അവൻ ഈ നാശത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഉപായങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതെല്ലാം ഇവിടെ പറയുന്നത് എന്താണ്? ഈശ്വരന്റെ പ്രവർത്തനമാണ്. മനുഷ്യൻ അവന്റെ കാമക്രോധങ്ങൾ കൊണ്ട് സ്വനാശത്തിന് വരുമ്പോഴും ഈശ്വരൻ എന്ത് ചെയ്യുന്നു, അവന്റെ ഉള്ളിൽ വിവേകത്തെ ഉണ്ടാക്കുന്നു, ഉണ്ടാക്കിയിട്ട് അവനെ വീണ്ടും നിലനിർത്തുന്നു. അങ്ങനെയാണ് മനുഷ്യവംശം നിലനിൽക്കുന്നത്. ആ ഒരു തത്വത്തെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ സമൂഹം നശിച്ചു പോകും. അപ്പൊ ഈശ്വരൻ മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നു? അവന്റെ വിവേകത്തിന്റെ രൂപത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ഇമാ പ്രജാഹ ഉപഹന്യ, അതാണ് ഈശ്വരന്റെ ഈശ്വരീയത്വം. ഈശ്വരസ്യ അനനുരൂപം. ഈശ്വരനിരിക്കുന്ന ഐശ്വരീയത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് പ്രകടമാകുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? മനുഷ്യന്റെ നന്മകളിലൂടെയാണ് അത് പ്രകടമാകുന്നത്. മനുഷ്യന്റെ നന്മയിലൂടെ പ്രകടമാകുന്നത് ഈശ്വരീയതയാണ്. അത് മനുഷ്യനെ നിലനിർത്തുന്നു. അത് മനുഷ്യൻ തിരിച്ചറിയാനും ഓർമ്മിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ അത് ഉപദേശിക്കുന്നത്, അർജുനോട് ഉപദേശിക്കുന്നത്. അപ്പോൾ ആ നന്മയുടെ ഭാഗമാണ് മനുഷ്യന്റെ കർമ്മങ്ങൾ. ആ കർമ്മങ്ങളിൽ തന്നെ സൽക്കർമ്മം, ആ സൽക്കർമ്മത്തിൽ തന്നെ സ്വധർമ്മമായി വരുന്നു, ആ സ്വധർമ്മത്തിൽ തന്നെ കർമ്മയോഗം. അതിനെല്ലാം ബന്ധപ്പെടുത്തി വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പൊ പറയുന്നത് ഒരു കർമ്മയോഗി മനസ്സിലാക്കി ഇരിക്കേണ്ടതായ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള കർമ്മരഹസ്യമാണ് ഈ പറയുന്നത്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന കർമ്മവ്യവസ്ഥ, ഈശ്വരീയമായ കർമ്മവ്യവസ്ഥ, അതിനെക്കുറിച്ച് പറയുകയാണ്. ആത്യന്തികമായി ഒരു കർമ്മയോഗിയുടെ കർമ്മത്തെ സംബന്ധിച്ചുള്ള എല്ലാ ധാരണകളും ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈശ്വര സങ്കല്പം കൂടാതെ, ഈശ്വര ബോധം കൂടാതെ ഒരു കർമ്മയോഗം എന്താണെന്ന് മനസ്സിലാകത്തില്ല. അതാണ് ഈശ്വര ബോധവും കർമ്മയോഗവും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് പോലും, അതിൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ മനുഷ്യന്റെ നിലനിൽപ്പ്, ആ നിലനിൽപ്പ് പോലും ഈ കർമ്മ നിയമങ്ങളനുസരിച്ചിട്ടാണ്, ഈശ്വരീയമായ കർമ്മ നിയമങ്ങളനുസരിച്ചിട്ടാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ശ്ലോകത്തിൽ നോക്കുക. അഹം ഞാൻ കർമ്മ ന കുര്യാം ചെയ്തു, കർമ്മം അനുഷ്ഠിക്കാതിരിക്കുകയാണെങ്കിൽ ഇമേ ലോകാഹ ഉസ്സീദേയുഹു, ഉസ്സീദേയുഹു ഇമേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകങ്ങൾ എല്ലാം നശിക്കും. അഹം ഞാൻ സങ്കരസ്യ കർത്താജസ്യ, സങ്കരത്തിന് കർത്താവുമായി തീരും. ഇമാ പ്രജാഹ ഉപഹന്യ, ഈ പ്രജകളെല്ലാം നശിക്കുകയും ചെയ്യും. ഉസ്സീദേയുരിമേ ലോകാ
कुर्यां कर्म चेदहं संगरस्य च कर्ता स्याम् उपहन्याम् इमा प्रजाः शिष्यते शांति शांति शांति। ओम श्री गुरुभ्यो नमः।